ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷ്നോസ് ഓൺ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഹോസ്റ്റലിലെ ഒരു അവധി ദിവസത്തെ കുക്കിംഗ് വീഡിയോ. അതിന് ആദ്യം അരിയെടുത്ത് നന്നായി കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം ചിക്കൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ബിരിയാണി റൈസിലിടുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം എടുത്ത് അടുപ്പിച്ച് വെക്കണം. വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് ചിക്കന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ എല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. അത് ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടാം. എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്ക് അരി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ബിരിയാണിയിലിടാൻ കാഷ്യൂനട്ട്, മുന്തിരിങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, നന്നായി അരിഞ്ഞ സബോള, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില എന്നിവയെല്ലാം എടുത്ത് വെക്കാം. ഞാനും ഷാനു ചേച്ചിയും കൂടെ കേട്ടോ കുക്കിങ്. ചേച്ചി നന്നായിട്ട് ചിക്കൻ കഴുകി എടുക്കുവാണേ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബിരിയാണി റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമുക്കെല്ലാം ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇപ്പം ക്യാരറ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ആവശ്യത്തിനുള്ള മസാല ഇടാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗരം മസാല ആവശ്യത്തിന്, ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കണം. അടിക്ക് പിടിക്കാതെ ഇളക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചിക്കൻ എല്ലാം എടുത്തിടാം. ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേകുന്നിടം വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം.
ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുകളിലേക്ക് സവോള, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഫ്രൈ ചെയ്ത കാഷ്യൂനട്ട്, മുന്തിരിങ്ങ എല്ലാം മേലെ വിതറി കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിക്കാം. അപ്പോഴേക്കും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അച്ചാർ, പപ്പടം, സാലഡ്, പിന്നെ ടി വിയിൽ നല്ലൊരു ഫിലിമും ഇട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്.